രാവിലെ തന്നെ 5 മണിയാകുമ്പോൾ അമ്മ എണീക്കും. അമ്മ എണീച്ചിട്ട് ഇന്ന് അരി അരച്ചിട്ട് പിന്നെ ദോശ വന്നോ ചുട്ടു വരാൻ വേണ്ടി നോക്കുമ്പോഴേക്ക് കറണ്ട് ഉണ്ടാവില്ല. ഒന്നും ഭക്ഷണം കഴിക്കാണ്ടാണ് പണിക്ക് പോകേണ്ടത്. ഒന്ന് ടി വി കണ്ട് ഇരിക്കുക വെച്ചാൽ കാണാൻ വേണ്ടി കറണ്ട് ഉണ്ടാവില്ല. ടി വി ഇല്ല, ഒന്നുമില്ല, വീട്ടിൽ ഒത്തിരിക്കാൻ പറ്റില്ല. പുറത്തിറങ്ങി നടന്നിട്ട് നമ്മളെന്താ ചെയ്യുക, പാറെടുക്കാൻ വന്ന ചങ്ങായിമാരോ പരിചയപ്പെട്ടു 2 പേക്കലിലടിച്ച് പേക്കടിക്കേണ്ട അവസ്ഥയാണ്. അത് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെ. അത് കറണ്ടിൻ്റെ കാര്യമല്ല, എല്ലാത്തിൻ്റെ കാര്യത്തിലും അത് മൊത്തം ചർച്ചയായിട്ടുണ്ട്. ഇപ്പോൾ സ്ഥിരം പുകഞ്ഞാണ്, യാതൊരു രക്ഷയില്ല. ചോറ് തിന്നു കൊടുക്കുമ്പോഴേ ഒന്ന് എന്താ ചെയ്യുക, ഇതിന് മുമ്പ് ഈ 10 വർഷം ഉണ്ടായില്ലല്ലോ. മഴയില്ല, അതുകൊണ്ട് സഹിക്കുന്നു. കറണ്ടില്ലാത്ത ഒന്നാമത് മഴയുടെ ഒരു പ്രശ്നമുണ്ട്. ഡാമുകളിലൊന്നും തന്നെ വെള്ളമില്ല. ഇപ്പോൾ ഈ 10 കൊല്ലം വെള്ളമില്ല, ഇപ്പോൾ ഇവന് വെള്ളമില്ലാണ്ട് ഞാൻ ഒറ്റക്കാ നിൽക്കുന്നു. ആ മക്കളില്ല, മോൻ മരിച്ചു പോയിന്. ഇപ്പം എന്തോളം കറണ്ട് പോയിക്കൊണ്ടേ ഇരിക്കുന്നു. ഞാൻ വിചാരിക്കും ഇതെന്ത് കഷ്ടകാല ദൈവം ഇങ്ങനെ വരുന്നു എപ്പോഴും വിചാരിക്കും. പിന്നെ വാതിലെല്ലാം വേഗം അങ്ങ് കുറ്റിയിട്ട് കിടക്കാൻ നോക്കും. എന്തെങ്കിലും സംശയം വന്നിന് മുമ്പത്തെ പോലെ ഇപ്പോൾ വൈദ്യുതി നിയന്ത്രണം എന്ന് പറഞ്ഞാൽ മതിയാ. മറ്റെന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റേ ഇത് വേണ്ടി ഇത് എമർജൻസി. ഇപ്പോൾ എമർജൻസി നിർബന്ധമാണ് വീട്ടിൽ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മളിപ്പോൾ ശ്രീകണ്ഠാപുരമാണുള്ളത്. ഈ ശ്രീകണ്ഠാപുരം വരാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ മുഴുവൻ വൈദ്യുതി മുടങ്ങുന്നുണ്ട്, നിരന്തരമായിട്ട് വൈദ്യുതി മുടങ്ങുന്നുണ്ട്. എന്തായാലും എല്ലാവർക്കും ആ ഒരു പ്രയാസം നേരിടുന്നുണ്ട്. എന്നാലും നിലവിൽ മന്ത്രി പ്രഖ്യാപിച്ചും പ്രഖ്യാപിക്കാതെയും ഒക്കെ ഈ വൈദ്യുതി മുടങ്ങുന്നത് വലിയ പ്രയാസമാണ് ഈ ജനങ്ങൾ നേരിടുന്നത്. കൃത്യമായിട്ടുള്ള ബോധം നമുക്കുണ്ട്. എന്തായാലും അതിന് ആളുകൾ പറയുന്നൊരു വേറൊരു പ്രധാനപ്പെട്ട കാര്യം, മഴയില്ലാത്തതിനെ കൊണ്ടാണ് ഈ വൈദ്യുതി മുടങ്ങുന്നതിനുള്ളൊരു കാരണവും അവർ എടുത്തു കാട്ടുന്നുണ്ട്. എന്തായാലും ഇവിടുത്തെ ജനങ്ങളുടെ ഒരു അഭിപ്രായം അറിയേണ്ടതുണ്ട്. എന്താണ് വൈദ്യുതി മുടങ്ങുന്നത് കൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ട്. എന്തായാലും പെട്ടെന്ന് തന്നെ അവരുടെ അഭിപ്രായത്തിലേക്ക് പെട്ടെന്ന് പോയി വരാം. ബുദ്ധിമുട്ട് കറണ്ട് പോയ ബുദ്ധിമുട്ട് തന്നെയല്ലേ. അതെല്ലാവർക്കും നമ്മൾ പ്രതീക്ഷിക്കാറില്ലേ പോകുന്നു. നമ്മൾ രാവിലെ എണീച്ചിട്ട് നമ്മൾ പണിക്ക് പോകുന്നതാണ്. എന്നാൽ പണിക്ക് പോകാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ 5 മണിയാകുമ്പോൾ അമ്മ എണീക്കും. അമ്മ എണീച്ചിട്ട് ഇന്ന് അരി അരച്ചിട്ട് പിന്നെ ദോശ വന്നോ ചുട്ടു വരാൻ വേണ്ടി നോക്കുമ്പോഴേക്ക് കറണ്ട് ഉണ്ടാവില്ല. അപ്പോഴത്തേക്ക് കറണ്ട് പോകും. പിന്നെ എന്താ വേണ്ടേ, ഒന്നും ഭക്ഷണം കഴിക്കാണ്ടാണ് പണിക്ക് പോകേണ്ടത്. അത് മാത്രമല്ല, അഥവാ പണിക്ക് പോകുന്നില്ല, ഒന്ന് ടി വി കണ്ട് ഇരിക്കുക വെച്ചാൽ അവിടെ നോക്കുമ്പോഴേക്ക് ടി വി കാണാൻ വേണ്ടി കറണ്ട് ഉണ്ടാവില്ല. അല്ല, പിന്നെ വീട്ടിലിരിക്കാൻ പറ്റില്ല, ടി വി ഇല്ല, ഒന്നുമില്ല, വീട്ടിൽ ഒത്തിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെ പുറത്തിറങ്ങി നടക്കൽ മാത്രമല്ല, പുറത്തിറങ്ങി നടന്നിട്ട് നമ്മളെന്താ ചെയ്യുക, നമ്മൾ സിലിണ്ടർ ഇങ്ങോട്ട് വരും. വന്നാൽ ഇവിടെ പാറെടുക്കാൻ വന്ന ചങ്ങായിമാരോ പരിചയപ്പെട്ടു 2 പേക്കലിലടിച്ച് പേക്കടിക്കേണ്ട അവസ്ഥയാണ്. അത് വീട്ടിലിരിക്കാതിരിക്കും. എന്നാൽ കറണ്ടെങ്കിൽ ടി വി കണ്ടിട്ട് വീട്ടിലിരിക്കാതിരിക്കാം. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് എന്നാണ് നമ്മൾ ഇങ്ങോട്ട് സിലിണ്ടറത്തേക്ക് വരുന്നത്. സിലിണ്ടറത്ത് വന്നിട്ടാകുമ്പോൾ ചങ്ങായിമാർ പരിചയപ്പെട്ട് ചങ്ങായിമാർ ഒന്ന് നമ്മൾ പേക്കടിക്കുന്നു. ഇതാണ് അവസ്ഥ. ഏത് നോക്കിയാലും കറണ്ട് ഉണ്ടാവില്ല. ആഭരണം ജനങ്ങൾക്ക് വേണ്ടിയല്ലേ, ഇത് ജനങ്ങൾക്ക് വേണ്ടിയല്ലല്ലോ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർക്ക് കിട്ടിപ്പോയി. ആ കിട്ടിയതിന് പണ്ടാരോ ഒരു കഥ പറഞ്ഞില്ല, കിട്ടിപ്പോയില്ലേ, ഇനി എന്താന്ന് വൃത്തി മരിച്ചേ പറ്റും. നന്നാകുമായിരിക്കും, സാധ്യത. കറണ്ടിൻ്റെ മാത്രമല്ല, ജനജീവിതം മൊത്തം ഒരു കറണ്ടൊന്നുമല്ല. ഇന്നലെ ചോറിനാൻ വേണ്ടി നോക്കുമ്പോൾ ഇന്നലെ കറണ്ടില്ല. രാത്രി ഇന്നലെ 7:45 പോയിന്, പിന്നെയും 2-5 മിനിറ്റ് പോയിന്. ഇന്നലെ ഒരു 15 മിനിറ്റ് 7:45. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെ. അത് കറണ്ടിൻ്റെ കാര്യമല്ല, എല്ലാത്തിൻ്റെ കാര്യത്തിലും അത് മൊത്തം ചർച്ചയായിട്ടുണ്ട്. ഇപ്പോൾ സ്ഥിരം പുകഞ്ഞാണ്, യാതൊരു രക്ഷയില്ല. ചോറ് തിന്നു കൊടുക്കുമ്പോഴേ ഒന്ന് എന്താ ചെയ്യുക, ഇതിന് മുമ്പ് ഈ 10 വർഷം ഉണ്ടായില്ലല്ലോ. ഇതുവരെ ഇതുവരെ ഈ 10 കൊല്ലം വെള്ളം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവന് വെള്ളമില്ലാണ്ട് ഇതുവരെ വെള്ളം ഉണ്ടായില്ലേ. ഈ വെള്ളം ഉണ്ടായിരുന്നല്ല, ഇത് അവരെന്തോ കരുതി കൂട്ടി എടുത്ത് വെക്കുന്ന പണിയാണ്. പണക്കാർ മറ്റേ ജനറേറ്റർ ഉപയോഗിച്ച് എടുക്കുന്നുണ്ട്. നമ്മളപ്പോൾ പാവങ്ങൾക്ക് ഇല്ലല്ലോ, കറണ്ടില്ലല്ലോ. ചോറ് തിന്നു കൊടുക്കുമ്പോഴേ കറണ്ട് പോകുന്നു. എന്താ ചെയ്യുക, ഒന്നും ചെയ്യുന്നില്ല. നമുക്കങ്ങനെ പോക്ക് ബാധിക്കുന്നില്ല. ചെറിയൊരു സമയം പെട്ടെന്ന് പോകുന്നു, പെട്ടെന്ന് വരുന്നു. അങ്ങനെ നമ്മളെ തടസ്സപ്പെടുന്നില്ല, ഒന്നും വർക്ക് തടസ്സപ്പെടുന്നൊന്നുമില്ല. സ്വാഭാവികമായിട്ട് ചെറിയ സമയം പോകുന്നു, അത് ചെറിയ സമയം കൊണ്ട് പെട്ടെന്ന് തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇല്ല, നമ്മൾ വർക്കിനൊന്നും ബുദ്ധിമുട്ട് വരുന്നില്ല. ആ രീതിയിലേ പോകുന്നുള്ളൂ. മഴയില്ല, അതുകൊണ്ട് പ്രശ്നമാണ്, അതുകൊണ്ട് സഹിക്കുന്നു. കറണ്ടില്ലാത്ത ഒന്നാമത് മഴയുടെ ഒരു പ്രശ്നമുണ്ട്. ഡാമുകളിലൊന്നും തന്നെ വെള്ളമില്ല. ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിക്കുള്ള വെള്ളം കിട്ടുന്നില്ല. അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് പിന്നെ കറണ്ടിൻ്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ ഒരു പിടിവാശി വെക്കാൻ പറ്റില്ല. കാരണം ഇപ്പം നല്ല മഴ കിട്ടേണ്ട സീസണിലാണ്. ഇപ്പം നല്ല വെയിൽ തന്നെ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബുദ്ധിമുട്ടുണ്ട്. പേഴ്സണാ മോനെ, അല്ലെങ്കിൽ ഒറ്റക്ക് നിൽക്കുന്ന ഞാൻ ഒറ്റക്കാ നിൽക്കുന്നു. ആ മക്കളില്ല, മോൻ മരിച്ചു പോയിന്. അതിപ്പോൾ നിങ്ങളുടെ എല്ലാം കാണുമ്പോൾ എൻ്റെ മോനെ വിചാരിക്കുന്നു. ഇപ്പം എന്തോളം കറണ്ട് പോയിക്കൊണ്ടേ ഇരിക്കുന്നു. ഒറ്റക്ക് നിൽക്കുന്നതൊക്കെ പ്രശ്നം, അല്ലാതാക്ക് പിന്നെ സാരമില്ല. വയസ്സായാക്ക് ഞാൻ വിചാരിക്കും ഇതെന്ത് കഷ്ടകാല ദൈവം ഇങ്ങനെ വരുന്നു എപ്പോഴും വിചാരിക്കും. പിന്നെ വാതിലെല്ലാം വേഗം അങ്ങ് കുറ്റിയിട്ട് കിടക്കാൻ നോക്കും. പിന്നെ ടി വി കിട്ടൂല, ടി വി ഉണ്ട്, ടി വിയും കിട്ടൂല. ആരും ഒരു ഇല്ലാതാക്ക് ദൈവം തൊണാന്ന് പറഞ്ഞ പോലെ അല്ലേ പറയുന്നത്. ഒറ്റക്ക് നിൽക്കുന്നതാക്കാന്ന് ഒരു വിഷമം. വർഷകാലല്ലേ വരുന്നത്, കർക്കിടക മാസമല്ലേ ഇത്. ഇനിയിപ്പം പേടിയായി കർക്കിടക മാസം.
മഴ കുറഞ്ഞതുകൊണ്ട് കുറച്ച് ധൈര്യമുണ്ട്. ഇന്നിപ്പോൾ രാവിലെ 4 പ്രാവശ്യം 5 പ്രാവശ്യം ഞാൻ കാനഡയിലാണ്. ഇതൊന്നും വെറും കരണ്ടിനെ ആശ്രയിച്ചിട്ട് നിൽക്കുന്നതല്ലേ, വൈദ്യുതിയും കൂടി ഇല്ല, ചിലപ്പോൾ വാങ്ങാൻ കൂടി നിൽക്കും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. മഴയില്ലാതെ പോയി, വെള്ളമില്ലാതെ പോയി, അങ്ങനെ കുറവൊന്നും ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് ബാധിക്കുന്നുണ്ട് പ്രശ്നങ്ങൾ. വൈദ്യുതി കുറയുന്നതുകൊണ്ട് നമുക്ക് ഇല്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടുമുണ്ട്. ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ 4 പ്രാവശ്യമായിരിക്കും അവർ കൂടുതലും പോകുന്നുണ്ട്. ഇന്നലെ 2 പ്രാവശ്യം പോയി, രാത്രി പോയി, പിന്നെ പുലർന്നേരം ഒന്ന് പോയി, ഇപ്പം രാവിലെ ഇന്നൊന്ന് പോയി, 3 പ്രാവശ്യം പോയി. എന്തെങ്കിലും സംശയം വന്നിന് മുമ്പത്തെ പോലെ ഇപ്പോൾ വൈദ്യുതി നിയന്ത്രണമെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ മതിയാ. മറ്റെന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റേ ഇത് വേണ്ടിയിരുന്നു, ഇത് എമർജൻസി. ഇപ്പോൾ എമർജൻസി നിർബന്ധമാണ് വീട്ടിൽ, നിർബന്ധം. ഞാൻ എൻ്റെ വീട്ടിൽ കഴിഞ്ഞ ജനുവരിയിൽ എൻ്റെ മോനൊരു എമർജൻസി കൊണ്ടതിന് ഞാൻ കത്തിക്കല്ലായിരുന്നു. ഇപ്പോൾ കത്തിക്കാൻ തുടങ്ങി, കൂടുതൽ ഉപയോഗിക്കേണ്ടതൊക്കെ പറ്റുമല്ലോ. ഞാനൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ രാത്രിയാകുമ്പോൾ ഇത് ചെറിയൊരു മഴ പറലുമുണ്ട്, അപ്പോൾ കറണ്ട് പോകുന്നുണ്ട്. പിന്നെ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കഴിഞ്ഞാൽ വരിക. പവർ കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് പിണറായിയിലെ സർക്കാർ വൈദ്യുതി മേഖലയിൽ വലിയ രീതിയിലുള്ള കരുതലോട് കൂടിയിട്ടാണ് ജനങ്ങളോട് സമീപിച്ചിട്ടുള്ളത്. പക്ഷേ ഭരണം മാറി വന്നപ്പോഴേക്കും പിന്നെ പഴയ ഒരു രീതിയിലേക്ക് പോകാനുള്ളൊരു സാധ്യത നമുക്ക് മുന്നിൽ കാണുന്നുണ്ട്. എൻ്റെ ഒരു പഴയ സുഹൃത്ത് കഴിഞ്ഞൊരു 6 മാസം മുമ്പേ എന്നോട് പറഞ്ഞു, എടോ ഇങ്ങനെ ഒരു ഇൻവെർട്ടർ കൊടുക്കാൻ എനിക്ക് ഇപ്പോൾ കറണ്ടൊന്നും പോകാത്തതുകൊണ്ട് ഞാൻ അത് വെച്ചിട്ട് വീട്ടിൽ വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് തന്നേക്കാട്ടി തന്നു. ഞാൻ പറഞ്ഞു ചെറിയ പൈസക്കാന്നേ തന്നേന്ന് പറഞ്ഞു. ഞാനത് വാങ്ങി എൻ്റെ വീട്ടിൽ കൊണ്ടുവയ്ക്കുകയും ചെയ്തു. ഭരണം മാറി വന്നപ്പോഴേക്കും കക്ഷി ഇപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എടാ എനിക്ക് തന്ന സാധനം ഞാൻ തിരിച്ച് വാങ്ങിയേക്കാം, കറണ്ട് ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പോകാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കോൺഗ്രസ്സുകാരൻ തന്നെയായ ഒരു സുഹൃത്താണ്. അപ്പോൾ അവർക്ക് തന്നെ ഏതാണ്ട് കാര്യം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ഇപ്പം വൈദ്യുതിൻ്റെ അവസ്ഥ. പിന്നെ മുമ്പ് ഈ 10 വർഷത്തോളമായിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് വൈദ്യുതി ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിട്ടില്ല. അതുമാത്രമല്ല വൈദ്യുതി നമ്മുടെ മനസ്സിലേ ഇല്ലാത്ത സാധനമാണ്. അപ്പോൾ അത് വീണ്ടും പിന്നെ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സർക്കാർ അക്കാര്യത്തിൽ പ്രത്യേകിച്ച് വ്യാപാര മേഖലയ്ക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഈ രാത്രി കാലങ്ങളിൽ വൈദ്യുതി പോയി കഴിഞ്ഞാൽ ഐസ്ക്രീം പാർലർ പോലുള്ള സ്ഥാപനങ്ങളിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ അതൊക്കെ കണക്കെടുത്ത് വളരെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകണമെന്നാണ് വ്യാപാര വ്യവസായ സമിതി ശ്രീകണ്ഠാപുരം യൂണിറ്റ് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്. എന്തായാലും നമ്മുടെ ജനങ്ങളുടെ അഭിപ്രായം കേട്ടതാണ്. അതിനെ പ്രതികൂലിച്ചും അനുകൂലിച്ചും പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്തായാലും പ്രയാസം എന്തായാലും ഉണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. അതിനുവേണ്ടി പരിഹാരം കാണാൻ പറ്റിയാൽ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വേറൊരു ആളുകൾ സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ദിവസം 3-4 പ്രാവശ്യം വൈദ്യുതി മുടങ്ങുന്നുണ്ട്. ഒരു പ്രാവശ്യമല്ല, ഒരു പ്രാവശ്യം മുടങ്ങുന്ന ദിവസങ്ങളുണ്ട്, അതുപോലെ തന്നെ 4 പ്രാവശ്യം മുടങ്ങുന്ന ദിവസങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ വീഴുമ്പോഴാണ് ഈ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാവുന്നത്. അവർക്ക് ഈ ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കുന്ന ടൈമിലാണ് ഈ കറണ്ട് പോകുന്നത്. എന്തായാലും വളരെ പ്രയാസവും നേരിടുന്നുണ്ട്. പക്ഷേ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പറയുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്യാമറ പേഴ്സൺ ജിഷ്ണുവിനൊപ്പം അതുൽ ബ്ലാത്തൂർ, ഏജാനെറ്റ്.